എല്ലാം വർക്കിംഗ് ആണ്. എത്ര കൊടുക്കാം നമുക്ക്? 1 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 1 ലക്ഷം രൂപ. ഏകദേശം ഒരു 10-25,000 രൂപയ്ക്ക് മേളിൽ ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക. 1 രൂപയുടെ പണി പോലും ഇല്ല, ഓയിൽ പോലും മാറണ്ട. നമുക്ക് ഇതൊരു 72,000 രൂപ ഫൈനൽ കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി, 43,000 കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി. നമുക്കിതൊരു 95,000 രൂപ ഫൈനൽ കൊടുക്കാം. പുതിയ പേപ്പറാണ്, വേണമെങ്കിൽ ഫിനാൻസും കൊടുക്കാം. ഏറെക്കുറെ ഫുൾ ഫിനാൻസും വളരെ വില കുറച്ച് കൊടുക്കാം. 55,000 രൂപ ഈ വണ്ടി കൊടുക്കാം. 2,25,000 രൂപ ഈ വണ്ടി കൊടുക്കാം. എല്ലാം ക്ലിയർ ആയി കൊടുക്കാം. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കിതൊരു 69,000 രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം. 69,000. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ബെസ്റ്റ് ചോയ്സിലാണ്. ബഡ്ജറ്റ് കാറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സ്ഥാപനമാണ്. ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ബഡ്ജറ്റ് കാർ കളക്ഷൻ വരുന്നുണ്ട്. ബഡ്ജറ്റ് കാറും മിഡ് സെഗ്മെന്റ് വണ്ടികളും വരുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. നമ്മുടെ അടുത്ത് ജെറിംബ്രോയുടെ വീട്ടിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ കയറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ എല്ലാം ലോ ബഡ്ജറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പം എനിക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് സെയിൽ ചെയ്യുന്ന ഇവിടെയാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അതേപോലെ ലോൺ 2010 മുതൽ ചെയ്യുന്നുണ്ട്. 2010 മുതൽ ലോണും വരുന്നുണ്ട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ജെറിംബ്രോ, നമുക്ക് ഫസ്റ്റ് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് വാഗണാർ. 2006 ടൈപ്പ് 2 മോഡലാണ്. ഓക്കെ, വെറും സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, വണ്ടി ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ മതി, നീറ്റ് ആയിരിക്കും. ഓക്കെ, ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2006 ലാസ്റ്റ് വരെ പേപ്പർ വരുന്ന വണ്ടിയാണ്. ഈ വർഷം അവസാനം വരെ ഉണ്ട്. അതെ അതെ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ കണ്ട് ക്വാളിറ്റി ഉണ്ട്. സീറ്റ് വർക്ക് ചെറിയ ഡാമേജ് ഉണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പോസ്റ്റ് ഇല്ലേ? എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ബ്രോ? വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 2006 വാഗണാർ 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ മെക്കാനിക്കലി ഓക്കെ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ശരി, വളരെ വില കുറച്ച് കൊടുക്കാം. 55,000 രൂപ ഈ വണ്ടി കൊടുക്കാം. 55,000 രൂപ. അപ്പം നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാ? 2007 തന്നെയാണ്. AC മാത്രം വരുന്ന വണ്ടിയാണ്. വെറും 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LX തന്നെയാണ്. LX തന്നെയാണ്. 43,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി വേണ്ട കുഴപ്പമില്ല, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. AC വർക്കിംഗ് ആണോ ബ്രോയിൻ്റെ? അതെ. സീറ്റ് കവറുണ്ട്, പക്ഷേ ചെറിയ ഡാമേജ് ഉണ്ട്. സീറ്റ് കവർ മാറണം. സോണിൻ്റെ സ്റ്റീറ്റ് ഒക്കെ ഇരിപ്പുണ്ട് അതിനകത്ത്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 72,000 രൂപ ഫൈനൽ കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി, 43,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, അപ്പം അടുത്ത സാൻഡ്രോ 2006 ആണ്. പവർ സ്റ്റിയറിംഗ്, AC വരുന്ന വണ്ടിയാണ്. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. 2006 വണ്ടി അല്ലേ? അതെ. നമുക്കൊരു 800 സെക്കൻഡ് വെഹിക്കിൾ എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ പവർ സ്റ്റിയറിംഗ്, AC വരുന്ന വണ്ടിയാണ്. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നീറ്റ് ആയിട്ടുണ്ടല്ലോ. വണ്ടി മെക്കാനിക് കണ്ടീഷനൊക്കെ നീറ്റാണ് കേട്ടോ, ഓടിക്കാനൊക്കെ. AC വർക്കിംഗ് ആണ്. ഇതിനകത്ത് ഞാൻ ടവൽ ഇട്ടേക്കുന്നുണ്ട്. വണ്ടി വൃത്തിയായിട്ട് കൊണ്ടുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല. പേപ്പർ ഇട്ടേക്കുന്നതാണ്. AC പവർ സ്റ്റിയറിംഗോ? അതെ അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. വർക്കിംഗ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ട്രിവാൻഡ്രം വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഓക്കെ ആണ്. മെക്കാനിക് സൈഡും ഓക്കെ ആണ്. അപ്പോൾ ഈ ടെസ്റ്റിന്റെ ചെറിയൊരു പെയിന്റിംഗ് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലേ? അതെ. എഞ്ചിനെ കൊള്ളാമല്ലോ. കൊള്ളാം. എത്ര കൊടുക്കാം നമുക്ക്? 45,000 രൂപ ഫൈനൽ കൊടുക്കാം. 45,000 രൂപ. 2006 പവർ സ്റ്റിയറിംഗ്, AC വരുന്ന അത്യാവശ്യം മെക്കാനിക് സൈഡെല്ലാം നീറ്റ് ആയിട്ടുള്ള AC വർക്കിംഗ് ആയിട്ടുള്ള വണ്ടി. വെറും 45,000 രൂപ. വരുമ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ 2007 ആണ്. നല്ലൊരു കളക്ഷൻ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട്. ഓൾട്ടോ കിടപ്പുണ്ട്. അതെ, 2007 ആണ്. AC മാത്രമുള്ള വണ്ടിയാണ്. വെറും 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അതെ. ഓക്കെ, LX ആണല്ലേ? പക്ഷെ വണ്ടി കൊള്ളാമല്ലോ. വണ്ടി നല്ല വണ്ടി, നല്ല വണ്ടി. ധൈര്യമായിട്ട് എടുത്ത് പോകാൻ വണ്ടി. അതിൻ്റെ ബോഡിയൊക്കെ വൃത്തിയുണ്ട്. ചെറിയ മൈനോട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തരിപ്പുണ്ട്. വേറെ മെക്കാനിക് സൈഡും വേറെ പ്രശ്നമൊന്നുമില്ല. ഓടിക്കാനൊക്കെ ഒക്കെയാണ്. ശരി. LX അല്ലേ? LX. AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ്. സീറ്റ് ഫാബ്രിക് ആണ്. വെറും 59,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിതിന് 69,000 രൂപ ഫൈനൽ കിട്ടിയേ കൊടുക്കാം. 69,000. 2007 ആണ്. 59,000 സെക്കൻഡ് ഓണർ വണ്ടി. അപ്പോൾ അടുത്ത ഓൾട്ടോ 2011 ഓൾട്ടോ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, 31 വരെ പേപ്പറുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 5 വർഷം പേപ്പർ ഉണ്ട്. അതെ. വണ്ടി കുഴപ്പമില്ല, ഇവിടെ വൃത്തിയായിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്. 4 ടയർ ഒരേപോലെയാണ്, കുഴപ്പമില്ല. സീറ്റ് വർക്ക് ഉണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അല്ലേ? പക്ഷേ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓടിക്കാൻ നല്ല നീറ്റാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ. എഞ്ചിൻ കണ്ടീഷനും പക്കയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡേ ആയിട്ടുള്ളൂ.
കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എഞ്ചിൻ പക്കയാണല്ലോ. എഞ്ചിൻ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. നല്ല മൈലേജും കിട്ടുന്നുണ്ട് വണ്ടി. നമുക്കിതൊരു 95,000 രൂപ ഫൈനൽ കൊടുക്കാം. പുതിയ പേപ്പറാണ്, വേണമെങ്കിൽ ഫിനാൻസും കൊടുക്കാം. ഏറെക്കുറെ ഫുൾ ഫിനാൻസും കിട്ടും. 2011 അപ്പോൾ അടുത്ത വണ്ടി ഇയോൺ 2012 ഇയോൺ ആണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഡിലൈറ്റ് പ്ലസ് അല്ലേ? അതെ. ഓക്കെ. ഇത് കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രം. AC വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്കിംഗ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ബോഡിയും കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ 6 ടയർ ഫ്രണ്ടിലുണ്ട്, കാരണം ബാക്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ഓടാല്ലേ? എത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. മെക്കാനിക് സൈഡൊന്നും വിഷയമില്ല. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എങ്ങനെയാണ്? 2012 1,29,000 രൂപ കൊടുക്കാം. 2012 വണ്ടി 1,29,000. ഏകദേശം ഒരു 1,10 മേളിൽ ലോണും കിട്ടും. ഒരു 10-15,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സിംഗ് ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ള വണ്ടി. 2008 വണ്ടിയാണ്. 28 വരെ പേപ്പർ വരുന്ന വണ്ടിയാണ്. 28 പേപ്പർ ഉണ്ടല്ലേ? ഓക്കെ. സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മെക്കാനിക് സൈഡൊക്കെ ഓക്കെയാണ്. ഓടിക്കാൻ വണ്ടി പക്കാ കണ്ടീഷനാണ്. പേപ്പർ 28 വരെയോ? 28 വരെ പേപ്പറുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ബ്രോ? അതെ. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ടയർ കൊള്ളാം. ഒരു 60% ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ലോ ബഡ്ജറ്റ് വേണ്ടി നോക്കാം അല്ലേ? ധൈര്യമായിട്ട്. എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 79,000 രൂപ ഫൈനൽ കിട്ടി കൊടുക്കാം. 79 രൂപ. സെക്കൻഡ് ഓണർ 28 വരെ പേപ്പർ ഉള്ളതാണ്. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2010 സ്വിഫ്റ്റ് LXI ആണ്. 10 പുതിയ പേപ്പറാണ്. 30 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. LXI അല്ലേ? ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. കിലോമീറ്റർ ഏകദേശം 95,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ടയർ 4 ഏതാണ്ട് 60% ടയർ ഉണ്ട്, കുഴപ്പമില്ല. ഓടിയൊക്കെ കൊള്ളാമല്ലോ, കുഴപ്പമില്ല. ചെറിയൊരു ഇതിനകത്ത് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് നീറ്റാക്കി കൊടുക്കും. വണ്ടി പോളിഷ് ക്ലിയർ ആയി കൊടുക്കും. നമ്മൾ വന്നതേ ഉള്ളൂ. വണ്ടി സർവീസ് പോലും ചെയ്തിട്ടില്ല. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വൃത്തിയായി ഇരിപ്പുണ്ട്. അതിനകത്ത് നൈറ്റ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് സോണിൻ്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LXI ആണ്, പക്ഷേ 4 ഡോർ പവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. അപ്പോൾ ഈ വണ്ടി നീറ്റാക്കി വൃത്തിയാക്കി കൊടുക്കും. വണ്ടി മെക്കാനിക് സൈഡ് നിലവിൽ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 10 അല്ലേ? നമുക്ക് 2,25,000 രൂപ ഈ വണ്ടി കൊടുക്കാം. ഓക്കെ. എല്ലാം ക്ലിയർ ആയി കൊടുക്കാം കേട്ടോ. ഓൾട്ടോ 2008 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2008 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്രയായപ്പോൾ ഇതിൻ്റെ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സീറ്റ് കവർ, 4 പവർ വിൻഡോ, എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. വണ്ടി നീറ്റായി ഇരിപ്പുണ്ടല്ലോ? വണ്ടി നീറ്റാണ്. അതേപോലെ തന്നെ മെക്കാനിക് സൈഡും ഓക്കെ ആണല്ലേ? ടയർ കണ്ട് അത്യാവശ്യം ഫ്രണ്ട് പുത്തൻ ടയർ, ബാക്കിൽ 40-50% ടയർ ഉണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. 4 ഡോർ പവറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറുണ്ട്, അത് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 4 ഡോർ പവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. സെൻട്രൽ ലോക്ക് ഉണ്ടല്ലോ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? 1,00,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,00,000 രൂപ. ഏകദേശം ഒരു 10-25,000 രൂപയ്ക്ക് മേളിൽ ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടി. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. 1 രൂപയുടെ പണി പോലും ഇല്ല. ഓയിൽ പോലും മാറണ്ട. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സിംഗ് ആണ്. 2004 ആണ്. 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 4 അല്ലേ? 29 വരെ പേപ്പർ ഉണ്ട്. 3rd ഓണർഷിപ്പിലുള്ള വണ്ടി. ഓക്കെ. മെക്കാനിക് സൈഡും ബോഡിയും എല്ലാം നല്ല നീറ്റാണ്. ബോഡിയൊക്കെ കൊള്ളാം കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ഡെൻ്റൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഇതിനകത്ത് സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് JVC സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ ബ്രോ? അതെ. AC വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. മെക്കാനിക് കണ്ടീഷൻ പക്കയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടി അല്ലേ? നമുക്കിതൊരു 85,000 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 85 രൂപ. അപ്പോൾ അടുത്ത വണ്ടി സെനസ്റ്റിലോ 2011 ആണ്. ഇത് K സീരീസ് വണ്ടിയാണ്. K സീരീസ് ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം 95,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. LXI ആണല്ലേ വേരിയന്റ്? ട്രിവാൻഡ്രം വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് ഏകദേശം 1,00,000 രൂപ ഫിനാൻസും കൊടുക്കാം. ഓക്കെ. ടയർ കണ്ടീഷൻ ബാക്ക് ആവറേജ്, ഫ്രണ്ടിൽ പുതിയ പേപ്പറാണ് കേട്ടോ. 31 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 31 പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. K സീരീസ് ആണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 1,35,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,35,000. 1,00,000 രൂപയ്ക്ക് മേളിൽ ലോണും കൊടുക്കാം.